السلام ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും മഖ്റജാണ്. അഊദു ഏതായാലും നമ്മൾ പതുക്കെ ഓതുന്നതാണ്, എങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. അഊദു അവിടെ അൽ ഹംസയാണ് തുടക്കത്തിലുള്ളത്. ഹംസയുടെ മഖ്റജ് അഥവാ ഉത്ഭവസ്ഥാനം തൊണ്ടയുടെ ഏറ്റവും താഴെ അഖ്സൽ ഹൽഖ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൽ ഹംസതു വൽ ഹാഉ മിൻ അഖ്സൽ ഹൽഖ, തൊണ്ടയുടെ ഏറ്റവും താഴത്ത് നിന്നാണ്. നേരെ മറിച്ച് ഔ അടുത്ത ശേഷം വന്ന ഐനാകട്ടെ അത് തൊണ്ടയുടെ സെന്റർ മധ്യഭാഗത്ത് നിന്നാണ്, വസതുൽ ഹൽഖിൽ നിന്നാണ്. അപ്പൊ അഊദു അഊദു ദാലാവട്ടെ നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ അറ്റത്തു നിന്നുമാണ്. അഊദു ദാല് മാറിപ്പോയത്. അഊദു ഈ അക്ഷരങ്ങളൊക്കെ തർക്കീഖ് അഥവാ ലോലമാക്കി പറയേണ്ട അക്ഷരങ്ങളാണ്. തഫ്ഖീമാക്കി സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കേണ്ട ഒരു അക്ഷരവും ഇതിലില്ല. മാത്രവുമല്ല ഇതെല്ലാം ഇസ്തിഫാലത്ത് എന്ന സിഫത്ത് അഥവാ നാവ് താഴ്ത്തി പറയേണ്ട അക്ഷരങ്ങളാണ്. അപ്പൊ ഇസ്തിഫാല എന്ന സിഫത്തുള്ള അക്ഷരങ്ങളാണ്. അപ്പൊ അഊദു ബില്ലാഹി നമുക്കറിയാം രണ്ട് ചുണ്ടും കൂട്ടിപ്പിടിച്ച് പറയേണ്ട ഷഫത്താനിയാണ് മഖ്റജ്, രണ്ട് ചുണ്ടും കൂട്ടിപ്പിടിച്ച് പറയേണ്ട അക്ഷരമാണ് ബ. പിന്നെ ബില്ലാഹി ബാക്കി കസ്റായത് കൊണ്ട് തന്നെ ബില്ലാഹി എന്ന് പറയില്ല, ബില്ലാ. അവിടെ ലാമിനെ തർക്കി അള്ളാഹ് എന്നുള്ള ജലാലത്തിന്റെ ഇസ്മിനെ അവിടെ ലാ ബില്ലാ എന്ന് തർക്കീഖാക്കി അഥവാ ലോലമാക്കിയാണ് പറയുക. ലാ എന്ന് പറയുമ്പോൾ തഫ്ഖീമാണ് അഥവാ സ്വരഭാരത്തോടു കൂടി. ഈ തഫ്ഖീം എന്ന് പറയുമ്പോൾ അതിന്റെ അക്ഷരങ്ങൾ തഫ്ഖീമിന്റെ അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങൾ പറയുമ്പോൾ ഉദാഹരണം ത, നിങ്ങളുടെ വായ നിറയും, ത സ്വരഭാരം കൊണ്ട് നിറയും, അതാണ് തഫ്ഖീം എന്ന് പറഞ്ഞത്. അപ്പൊ ബില്ലാഹി ഹാ നമ്മൾ പറഞ്ഞു ഹംസയുടെ അതേ മഖ്റജ് അൽ ഹംസതു വൽ ഹാഉ മിൻ അഖ്സൽ ഹൽഖി, തൊണ്ടയുടെ ഏറ്റവും അവസാനത്തിൽ നിന്ന്. അപ്പൊ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിന്നെ മിനശ് ശൈത്വാൻ അൽ ഷ എന്ന് പറയുന്നത് അഷ എന്ന് പറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. ഹുറൂഫ് ഷംസിയും ഹുറൂഫുൽ ഖമറിയും പഠിച്ചു. അഥവാ അൽ എന്നുള്ള ലാമിന് ശേഷം അഥവാ സുക്കൂനുള്ള അൽ എന്നുള്ള സുക്കൂനുള്ള ലാമിന് ശേഷം 14 അക്ഷരങ്ങൾ വന്നാൽ അൽ എന്നുള്ളത് ഇൽഹാർ ചെയ്യുകയും എന്നാൽ ബാക്കി 14 വന്നാൽ ൽ എന്നുള്ളതിനെ ആ അക്ഷരത്തിലേക്ക് ഇദ്ഗാം കൂട്ടിലയിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട് നമ്മൾ പഠിച്ചു. ഇവിടെ അൽ എന്ന സുക്കൂള്ള ലാമിന് ശേഷം ഷീന് വന്നതുകൊണ്ട് ഷ എന്ന് പറയുമ്പോൾ ദോശ എന്നുള്ള ഷ ആണ്, അല്ലാതെ മഷി എന്നുള്ള ഷ അല്ല, അത് മനസ്സിലാക്കുക. ഷീന് വന്നതുകൊണ്ട് തന്നെ ലാമിന് എന്ത് ചെയ്യും, അതിലേക്ക് ഇദ്ഗാം കൂട്ടിലയിപ്പിക്കും. അതുകൊണ്ടാണ് അശ്ശംസു എന്ന് പറഞ്ഞത്, അശ്ശ എന്ന് പറഞ്ഞത്. അശ്ശ എന്നാണ് അശ്ശംസു പറഞ്ഞാൽ ഹുറൂഫ് ഷംസിയ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ മിനശ്ശൈത്വാനി എന്നാണ് പറഞ്ഞത്. മിനൽ ഷ എന്ന് പറഞ്ഞിട്ടില്ല, മിനശ്ശൈത്വാ. പിന്നെ ത്വാ ആണ് വന്നത്. ആ ത്വാ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അഖ്വ ഹുറൂഫുകളിൽ ഏറ്റവും ശക്തിയായ അക്ഷരമാണ്. കാരണം അതിൽ ഇസ്തിഅലാന്റെ സിഫത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ നാവ് അണ്ണാക്കിലേക്ക് ഉയർത്തിയാണ് ത്വാ പറയേണ്ടത്. മാത്രമല്ല ഇത്ബാഖ് എന്നൊരു സിഫത്തും അതിനുണ്ട്, നാവ് അണ്ണാക്കുമായി ഒട്ടിച്ചേർന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ശക്തി വർദ്ധിക്കുന്നുണ്ട്. ഹർഫുകളിൽ ഏറ്റവും അഖ്വയായ ഹർഫാണ് ത്വാ. അതുകൊണ്ട് സിറാത്ത. മാത്രമല്ല എപ്പോഴും സ്വരഭാരത്തോടുകൂടി തഫ്ഖീമോടുകൂടി പറയേണ്ട ഒരു ഹർഫ് കൂടിയാണ്. അപ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി എന്ന് പറയാം. തായി പോയത് വെറും തായി പോയത്, കാരണം രണ്ടും വ്യത്യാസമുണ്ട് സിഫത്തില്. അത് ഇസ്തിഅല ആണ് ത്വാ എങ്കിൽ വെറും ആ ത ഇസ്തിഫാലാണ്, നാവ് താഴ്ത്തി പറയേണ്ടതാണ്, തർക്കീഖ് ലോലമായി പറയേണ്ടതാണ്. ഈ ത്വാ നേരെ എതിരാണ്. അപ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അവിടെ തഫ്ഖീമാണ്, സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കേണ്ട ഹർഫാണ്. അപ്പോ എന്നല്ല റജീം എന്നല്ല മിനശ് ശൈത്വാനിർ റജീം. റജീം ജീം എന്നുള്ളത്
അൽ മദ്ദുൽ ആരിദ്, ജീമിനെ യാ കൊണ്ട് നീട്ടിയല്ലോ, മീമിനോടെ ഹർക്കത്താണ്, പക്ഷെ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനാക്കി വെക്കുകയാണ്. അതുകൊണ്ട് അൽ മദ്ദുൽ ആരിദ് എന്ന നിലക്ക് 2 ഖദ്റോ ചുരുക്കാം, 4 ഖദ്ർ നീട്ടാം, 6 ഖദ്ർ വരെ നീട്ടാവുന്നതാണ്. അത് അൽ ഇസ്തിആദത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഫാത്തിഹയുടെ ബാക്കി ഭാഗത്തേക്ക് കടക്കുകയാണ്. അതിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അതിൽ ബിസ്മില്ലാ, ബിസ്മിനൊക്കെ ഇസ്തിഫാലാണ്, നാവ് താഴ്ത്തി പറയേണ്ട അക്ഷരങ്ങളാണ്. ബിസ്മില്ലാ ലാ എന്ന് പറയാ, കാരണം അള്ളാഹ് എന്നതിന് മുമ്പുള്ള അക്ഷരത്തിന് കസ്റാണെങ്കിൽ ആ ലാമിനെ നമ്മൾ അഥവാ തർഖീഖാഖി ആണ് നമ്മൾ പറയുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അള്ളാഹ് എന്ന് പറയുമ്പോൾ തഫ്ഖീം അഥവാ സ്വരഭാരത്തോടു കൂടി പറയുകയും അല്ലാ ബലില്ല ബിസ്മില്ലാ എന്നൊക്കെ പറയുമ്പോൾ തർഖീഖോട് കൂടിയുമാണ് നമ്മൾ പറയുക. അവിടെ തർഖീഖാണ്. ബിസ്മില്ലാഹി, ഹാ ദുർബല അക്ഷരമാണ്, ഏറ്റവും ദുർബലമായ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. ബിസ്മില്ലാഹിർ എപ്പോഴും റാ എന്നല്ല റാ എന്നാണ്. റാ തഫ്ഖീമുള്ള അക്ഷരമാണ്, അഥവാ സ്വരഭാരത്തോടു കൂടി പറയണം, തഫ്ഖീമോട് കൂടി പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാ മീം നൂനൊക്കെ ഇസ്തിഫാലാണ്, നാവ് താഴ്ത്തി പറഞ്ഞാൽ മതി. റഹ്മാനിർ റാ തഫ്ഖീമാണ്, സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കണം. റഹീം എന്നുള്ളത് അൽ മദ്ദുൽ ആരിദു നമ്മൾ പഠിച്ചതാണ്, അഥവാ മദ്ദിന്റെ അക്ഷരങ്ങളായ അലിഫ് വാവ് യ എന്നിവയ്ക്ക് ശേഷം ആരിദായിക്കൊണ്ട് താൽക്കാലികം നമ്മൾ സുക്കൂൻ കൊടുത്തു വെക്കുകയാണ്. ആലമീന അർറഹ്മാനിർ റഹീം എന്നാണ്, റഹീമീൻ അല്ലേ, ശരിക്കും മീമിന് അവിടെ ഹറക്കത്ത് കസ്റാണ്. പക്ഷെ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ വെക്കുമ്പോൾ അവിടെ സുക്കൂനാക്കി, താൽക്കാലിക മീമിന് സുക്കൂനാക്കി വെക്കുകയാണ്. അതുകൊണ്ടാണ് അൽ മദ്ദുൽ ആരിദ് എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കവിടെ 2 ഖദ്ർ, വെറും റഹീം എന്ന് 2 ഖദ്ർ ചുരുക്കാം, അഥവാ തബഈയായ സാദാ മദ്, അസ്ലിയായ മദ് 2 ഖദ്ർ നീട്ടാം, അല്ലെങ്കിൽ 2 ഖദ്റിന്റെ അളവിൽ, അല്ലെങ്കിൽ തവസ്സുത്ത് എന്ന നിലയ്ക്ക് 4 ഖദ്റിന്റെ അളവിൽ നീട്ടാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 6 ഖദ്ർ മദ് നീട്ടി ഓതുകയും ചെയ്യാം. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അൽഹംദുലില്ലാഹി, അതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ അതേ നിയമങ്ങൾ തന്നെ, പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. പിന്നെ അക്ഷരങ്ങളൊക്കെ ഹ ആണ്, തൊണ്ടന്റെ വസത്തുൽ ഹൽഖാണ്, നമ്മളത് പഠിച്ചതാണ്, ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹി പിന്നെ ഹ ആണ്, ആ ഹ നമ്മൾ പഠിച്ചിട്ടുണ്ട്, തൊണ്ടയുടെ അഥവാ അഖ്സൽ ഹൽഖ് എന്നാണ്, താഴത്തു നിന്നാണ് പഠിക്കുന്നത്. ഐനാണ്, ഐനും മാറിപ്പോയത്, ഐനും ഹാവും വസത്തുൽ ഹൽഖാണ്, തൊണ്ടയുടെ മധ്യമാണ്. ആനായി പോയത്, ഹംസായി പോയത്. ആലമീൻ, മീമിന് ശേഷം യാ വന്നു. റഹീം എന്നതുപോലെ തന്നെ അൽ മദ്ദുൽ ആരിദാണ് അവിടെ. അതുപോലെ തന്നെ അർ റഹ്മാനി, നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനി പറഞ്ഞപ്പോൾ പറഞ്ഞു. അർ റഹ്മാനിർ റഹീം എന്നുള്ളതും അൽ മദ്ദുൽ ആരിദ്. ഹീം എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതി 2 ഖദ്ർ ചുരുക്കുക, 4 ഖദ്ർ മധ്യമ നിലപാടെന്ന നിലക്ക് നീട്ടുക, അല്ല 6 ഖദ്ർ നീട്ടി ഉച്ചരിക്കാം. പിന്നെ മാലിക്, മാന്നൊന്നും പറയേണ്ട, ഇസ്തിഫാലിന്റെ അക്ഷരമാണ്, അഥവാ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നാവ് താഴ്ത്തി പറഞ്ഞാൽ മതി. മാലികി യൗമിദ്ദീൻ, ദീൻ ഉള്ളതും പറഞ്ഞ പോലെ അൽ മദ്ദുൽ ആരിദാണ്, നമ്മൾ പഠിച്ച നിയമമാണ്. അപ്പോൾ നീട്ടണമെങ്കിൽ ഇതിപ്പോൾ ഓതുമ്പോൾ 2 ഖദ്ർ മാത്രമേ നീട്ടുണ്ടെങ്കിൽ ആ 4ഉം ആ അളവിലാക്കുക, അല്ലെങ്കിൽ 6 ഖദ്റാണെങ്കിൽ അതും 4ഉം 6 ഖദ്ർ നീട്ടാം. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നും കൂടി ഞാൻ അത് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇൻഷാ അല്ലാഹ്. ഇയ്യാക, അവിടെ ആ അക്ഷരങ്ങളൊക്കെ ഈ, അതായത് അഖ്സൽ ഹൽഖ്, തൊണ്ടയുടെ ഏറ്റവും താഴ്ന്നു വരുന്ന മഖ്റജാണ് ഹംസ, നമ്മൾ പറഞ്ഞു. മദ്ദിന്റെ നീട്ടാൻ ഉപയോഗിക്കാത്ത യാന്റെ മഖ്റജ് നാവിന്റെ മധ്യവും അണ്ണാക്കിന്റെ മധ്യവുമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാഫാണ്, കാഫിന്റെ
കാഫിനെ സംബന്ധിച്ചത് തർക്കീഖാണ്, ഖാഫിനെ പോലെയല്ല. ഖാഫ് തഫ്ഖീം സ്വരഭാരത്തോടു കൂടി പറയണം. എന്നാൽ കാഫ് തർക്കീഖ് ലോലമായി പറഞ്ഞാൽ മതി. മാത്രമല്ല അൽ ഇസ്തിഫാൽ എന്ന സിഫത്ത് നാവ് താഴ്ത്തി പറയേണ്ട അക്ഷരമാണ്. ഈ 3 അക്ഷരങ്ങളും അതാണ് ഇയ്യാക. അപ്പൊ ഇയ്യാക ഇസ്തിഫാലോടുകൂടി നാവ് താഴ്ത്തി ലോലമായി പറയേണ്ട ഹർഫുകളാണത്, ഹുറൂഫുകൾ. ഇയ്യാക എന്ന് പറയുക. പിന്നെ ഇയ്യാക നഅ്ബുദു, കനഅ്ബുദു എന്നായിപ്പോയത്. ഇയ്യാക നഅ്ബുദു എന്നായിപ്പോയത്. ഇയ്യാക വേറെ, നഅ്ബുദു വേറെ. പിന്നെ നൂനാണ്. നൂനിന്റെ മഖ്റജ് നമുക്കറിയാം, നാവിന്റെ അറ്റവും അതുപോലെ തന്നെ മേലെ മുൻപല്ലിന്റെ മോണയുടെ അടുക്കൽ നിന്നും. നഅ്ബുദു ഐന് നഅ്ബുദു വ ഇയ്യാക. വാവ് നമ്മൾ പറഞ്ഞു മദ്ദിന്റെ വാവല്ലാത്ത വാവ്, ചുണ്ട് കൂട്ടിക്കൊണ്ടാണ് വാവ് പറയാ. മദ്ദിന്റെ ആവുമ്പോ ചുണ്ട് കുറച്ച് വിടവുണ്ടാവും. വ ഇയ്യാക നസ്തഈൻ. നസ്തഈൻ അവിടെ നൂന് സീനാണ്. സ്വാദും സീനും വ്യത്യാസമുണ്ട്. സ്വാദിന്റെയും സീനിന്റെയും മഖ്റജ് ഒന്നാണ്. അഥവാ സ്വാദ് സീന് സായി ഇതിന്റെ മഖ്റജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാവിന്റെ അറ്റവും താഴെ മുൻപല്ലിന്റെ തൊട്ടുമുകളിലായിട്ട്. പക്ഷെ ഇതിന്റെ സിഫത്ത് ശബ്ദരൂപം മനസ്സിലാക്കുന്നത് അത് സിഫത്തുകൾ അടിസ്ഥാനമാക്കിയാണ്. സീന് എന്നുള്ളത് അഥവാ നാവ് താഴ്ത്തി പറയേണ്ട ഹർഫാണ്. മാത്രമല്ല തർക്കീഖ് ലോലമായി പറഞ്ഞ മതി. എന്നാൽ സ്വാദ് നേരെ തിരിച്ചാണ്. അത് നമ്മൾ അടുത്ത ആയത്തിൽ വിശദീകരിക്കും. അപ്പോ നസ് ലോലമായി പറഞ്ഞാൽ മതി. നസ്ത നമ്മൾ പറഞ്ഞു ലോലമായി ഇസ്തിഫാൽ എന്ന സിഫത്തുള്ളതാണ്. അതുപോലെ തന്നെ തർക്കീഖ് ലോലമാക്കി പറഞ്ഞാൽ മതി. ഐന് ഒക്കെ അക്ഷരമാണ്. നസ്തഈൻ അവിടെ നസ്തഈനു എന്നല്ല, ശരിക്ക് നൂന് ദമ്മാണ് ഹറക്കത്ത്. പക്ഷെ നമ്മൾ വഖഫ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ആ നൂനിന് സുക്കൂനാണ് കൊടുക്കുന്നത്. നസ്തഈനു എന്നാലും വഖഫ് ചെയ്യാറില്ല, മറിച്ച് നസ്തഈൻ എന്ന് സുക്കൂനാക്കി വഖഫ് ചെയ്യുക. താൽക്കാലികം സുക്കൂന് കൊടുക്കുക. അവിടെ ഒറിജിനൽ അസ്ലിയായ ഹറക്കത്ത് എന്താ? ദമ്മാണ്. അപ്പോ മദ്ദിന്റെ ഹർഫിന് ശേഷം, മദ്ദിന്റെ ഹർഫ് ഇവിടെ വന്നിട്ടുണ്ട് യാ. ആ യാഇന് ശേഷം, നീട്ടാനുള്ള യാഇന് ശേഷം, അത് അലിഫാകട്ടെ വാവാട്ടെ, അതിന് ശേഷം മദ്ദിന്റെ ഹർഫിന് ശേഷം തൊട്ടുവരുന്ന ഹർഫിൽ നമ്മൾ സുക്കൂൻ, താൽക്കാലികം സുക്കൂൻ നൽകി വഖഫ് ചെയ്യുമ്പോൾ അതിൽ മദ്ദുൽ ആരിദ് എന്നാണ് പറയുക. അത് നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നസ്തഈൻ എന്ന് 6 ഖദർ വരെ നീട്ടാം, 4 ഖദർ നീട്ടാം, 2 ഖദർ വെറും നസ്തഈൻ എന്ന് 2 ഖദർ ചുരുക്കുകയും ചെയ്യാം. അതാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ അപ്പോ എങ്ങനെ ഓതുക? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഓതാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അവിടെ ഹ ആണ്. അൽ ഹാഉ വൽ ഹംസത്തു മിൻ നഖ്സൽ ഹൽഖ്, തൊണ്ടയുടെ ഏറ്റവും താഴ്ന്ന് പറയേണ്ട ഹർഫുകളാണ്. ഇഹ്ദിന സിറാത്ത. സ്വാദ്, ഇവിടെ സ്വാദ് മനസ്സിലാക്കാൻ നമ്മൾ സീന് പറഞ്ഞിരുന്നു. സീന് ഇസ്തിഫാൽ എന്ന സിഫത്താണ്, അഥവാ നാവ് താഴ്ത്തി പറയേണ്ട അക്ഷരമാണ്. എന്നാൽ സ്വാദാകട്ടെ ഇസ്തിഅല ആണ്, നാവ് ഉയർത്തി പറയേണ്ട അക്ഷരമാണ്. മാത്രവുമല്ല ഈ സ്വാദ് എപ്പോഴും തഫ്ഖീം സ്വരഭാരത്തോടു കൂടി പറയേണ്ട ഹർഫാണ്. സീനാകട്ടെ എപ്പോഴും തർക്കീഖ് ലോലമായി മഖ്റജ് ഒന്നാണ്. അപ്പോൾ ഈ സിഫത്ത് അടിസ്ഥാനത്തിലാണ് അത് രണ്ടും എങ്ങനെ പറയണമെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ പറയും ഇഹ്ദിന സിറാ തഫ്ഖീമാണ്, അഥവാ സ്വരഭാരത്തോടു കൂടി പറയണം. ഫത്ഹല്ലേ സിറാന്നല്ല, ഫത്ഹോടുകൂടി തഫ്ഖീം അഥവാ സ്വരഭാരത്തോടു കൂടി തന്നെ പറയണം. പിന്നെ റോക്ക് ശേഷം അവിടെ അലിഫ് വന്നിട്ടുണ്ട്. ഈ അലിഫ് എന്ന് പറഞ്ഞാൽ ചില അക്ഷരങ്ങൾ ചില സന്ദർഭത്തിൽ തഫ്ഖീമാവും, അഥവാ സ്വരഭാരത്തോടു കൂടി പറയേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ ലോലമായി തർക്കീഖോട് പറയേണ്ടി വരും. അതിൽപ്പെട്ടതാണ് റോ, അതുപോലെ ലാമ്, അതുപോലെ തന്നെ ഈ അലിഫൊക്കെ അതിൽപ്പെട്ടതാണ്. ഈ അലിഫ് ഇവിടെ വന്ന ഈ അലിഫ് ഉണ്ടല്ലോ സിറോ, ആ മദ്ദിന്റെ അലിഫ് ഇവിടെ ശരിക്ക് തഫ്ഖീമാണ്, സ്വരഭാരത്തോടു കൂടി പറയണം. കാരണം എന്താ? തൊട്ടു മുമ്പ് വന്ന റോ ആണ്. റോ തഫ്ഖീം, ഇവിടെ തഫ്ഖീമോട് കൂടി വന്നതാണ്.
അതേപോലെ തന്നെ എപ്പോഴും തഫ്ഖീമോട് കൂടി പറയേണ്ട അക്ഷരങ്ങളാണ് ഇസ്തിഅലാഇന്റെ ഹുറൂഫുകൾ. ഈ അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങൾക്ക് ശേഷമാണ് ഈ അക്ഷരങ്ങളെ ഈ അലിഫോൺ നീട്ടുകയാണെങ്കിൽ ഈ അലിഫിനും ഉച്ചാരണം എന്തായും? തഫ്ഖീമാവും. സ്വരഭാരത്തോട് പറയണം ഓ എന്നാവും. അപ്പൊ താനെ നിങ്ങൾ അലിഫിട്ട് നീട്ടി നോക്കി തോ, അപ്പൊ ഓ എന്നാ വരുന്നത്. എന്നാ താനെ നീട്ടി നോക്കി താ, അപ്പൊ ആ എന്നാ വരുന്നത്. അപ്പൊ ആന്ന് വരുമ്പോ തർക്കീക്കും ഓന്ന് സ്വരഭാരത്തോടു കൂടി പറയുമ്പോൾ തഫ്ഖീമുമാണ്. ഇവിടെ തഫ്ഖീമായ റാന അലിഫോൺ നീട്ടിയത് കൊണ്ട് തന്നെ ഈ അലിഫും എന്തായി? തഫ്ഖീമായി മാറി. അഥവാ സ്വരഭാരത്തോടു കൂടി പറയേണ്ട അവസ്ഥയായി മാറി ആ അലിഫിന് മദ്ദിന്റെ. അപ്പൊ സിറാത്ത, പിന്നെ ത്വ ആണ്. ത്വ നമ്മൾ പറഞ്ഞു ഏറ്റവും അഖ്വയായ ഹർഫാണ്. അതിന് ഇസ്തിഅലാഇന്റെ സിഫത്തുണ്ട്. നമ്മൾ വിശദീകരിച്ച മുകളിൽ ഇസ്തിആദത്ത് പറഞ്ഞപ്പോ അത് മനസ്സിലാക്കുക. വ്യത്യസ്തമായിട്ട് തന്നെ പ്രകടിപ്പിക്കണം. ചില ആളുകൾ ഓതുമ്പോ എല്ലോ ഇഹ്ദിന സിറ രണ്ടും സീനായി പോകണ്ട, അങ്ങനെ ആവാൻ പാടില്ല. ഒന്നാമത്തത് ഇഹ്ദിന സിറാത്തൽ മുസ്ത, പിന്നെ ത ആണ്, ഇസ്തിഫാലാണ്. തോന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നാവ് താഴ്ത്തി പറയണം. മുസ്തഖീം ഖാഫ് ആകട്ടെ ഈ ഇസ്തിഅലാന്റെ സിഫത്തുള്ളതാണ്. നാവ് ഉയർത്തി പറയണം. എപ്പോഴും തഫ്ഖീമോട് കൂടി പറയണം, സ്വരഭാരത്തോടു കൂടി പറയണം. മുസ്തഖീം ഖ ചെറുനാക്കിന്റെ അടുക്കുന്ന വരുന്നതാണ്. അതുകൊണ്ട് ഹർഫുൽ ലഹവിയ എന്ന അതിന്റെ ലഖബ് ഉപനാമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ മുസ്തഖീം എന്നുള്ളതും ഇവിടെ മീമിന് നമ്മൾ തൊട്ടുമ്പോ പറഞ്ഞ അൽ മദ്ദുൽ ആരിൽ തന്നെയാണ്. അതിന്റെ ഖദറിനി പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇവിടെ ഖാഫിനെ യാഓട് നീട്ടി. ഈ യാക്ക് ശേഷം മീമിന് ഹറക്കത്ത് ഫത്ഹാണ് ശരിക്ക്. പക്ഷെ നമ്മൾ വെക്കുമ്പോൾ സുക്കൂന് കൊടുത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ മുസ്തഖീം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ മദ്ദുൽ ആരിലാണ്. ആ ഖദർ അനുസരിച്ച് നീട്ടുകയും ചുരുക്കുകയും ചെയ്യാം. നീട്ടാണെങ്കിൽ എല്ലാ ആയത്തോളും നീട്ടുക, ചുരുക്കാണ് എല്ലാ ആയത്തോളും ചുരുക്കുക. അതായിരിക്കണം. ഇനി അടുത്തത് എന്നോദണം. اهدنا الصراط المستقيم. ശ്രദ്ധിക്കുക. അടുത്തതോ صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്വി നമ്മൾ പറഞ്ഞു ഇസ്തിഅലാഇന്റെ സിഫത്തുള്ള ഹർഫാണ്. എപ്പോഴും തഫ്ഖീമോട് സ്വരഭാരത്തോടു കൂടി പറയണം. തഫ്ഖീം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറബി പഠിച്ചോളണം. തഫ്ഖീം എന്ന് പറഞ്ഞാൽ സ്വരഭാരത്തോട്. ഒരു അക്ഷരം പറയുമ്പോൾ വായ നിറച്ചാ പറയാം സ്വ ഉണ്ടോ. എന്നാൽ സീന് പറയുമ്പോഴോ വായ അത്ര നിറയുന്നില്ല. അപ്പൊ സിറാത്ത നേരെ മോള് പറഞ്ഞ ആയത്തുള്ള പോലെ തന്നെ മനസ്സിലാക്കുക. സിറാത്തല്ലദീന മഖ്റജ് നമ്മൾ പറഞ്ഞു. സിറാത്തല്ലദീന അൻഅംത, അവിടെ ശ്രദ്ധിക്കേണ്ടത് അൻഅംത, അവിടെ ശ്രദ്ധിക്കേണ്ടത് അൻഅംത, അവിടെ ശ്രദ്ധിക്കേണ്ടത് അവിടെ സുക്കൂള്ള നൂന് വന്നിട്ടുണ്ട്. സുക്കൂള്ള നൂന് ശേഷം ഐനാണ് വന്നത്. സുക്കൂള്ള നൂനോ തെൻവീനോ ശേഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൽഖിന്റെ 6 ഹുറൂഫുകൾ വന്നാൽ, അഥവാ അൽ ഹംസത്തു വൽ ഹാഉ അൽ ഐനു വൽ ഗൈനു വൽ ഹാഉ വൽ ഖാഉ, ഈ 6 അക്ഷരങ്ങൾ വന്നാൽ ഈ സുക്കൂള്ള നൂനിന്റെയും തെൻവിന്റെയും എന്നുള്ള ഉച്ചാരണത്തെ അവിടെ വെളിവാക്കണം, കൃത്യമായി വെളിവാക്കണം, പ്രകടമാക്കണം, മണിക്കാൻ പാടില്ല. അതായത് എന്നൊരു മണിക്കൽ അവിടെ പാടില്ല. മറിച്ച് ശരിക്കും അവിടെ ക്ലിയർ ആക്കുക. ഇസ്തിഫാലാണ്. തർക്കീക്ക് ലോലമാക്കി പറഞ്ഞാൽ മതി. അൻഅംത അലൈഹിം, അവിടെ ഒരു നിയമമുണ്ട്. അലൈഹിം അവിടെ സുക്കൂള്ള മീമിന് ശേഷം ഗൈന് വന്നു. സുക്കൂള്ള മീമിന് ശേഷം മീം എന്നെ വരികയാണെങ്കിൽ മീമിനെ 2 മീമിനെ ഇദ്ഗാം ചെയ്ത് ഈ മീമിനാൽക്ക് മറ്റേ മീമിൽക്ക് ഇദ്ഗാം ചെയ്ത് മണിക്കും. എന്നാൽ മീമിന് ശേഷം ബാ വന്ന ഇഖ്ഫാവും ഇദ്ഹാറും പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഏറ്റവും അഫ്ളല് ഇഖ്ഫാ ചെയ്യലാണ്, അവ്യക്തമാക്കി മണിക്കല. ബാക്കി 26 അക്ഷരങ്ങളും ഈ സുക്കൂള്ള മീമിന് ശേഷം വന്നാൽ അവിടെ ഇദ്ഹാറാണ്, സുക്കൂള്ള മീമിനെ വെളിവാക്കണം. അപ്പൊ ഇവിടെ വന്നത് ഏതാ? ഗൈനാണ്, ഗൈന്. അപ്പൊ ഹൽഖിന്റെ അക്ഷരം ഗൈന്. ഈ ഗൈന് വന്നത് കൊണ്ട് തന്നെ അലൈഹിം ശരിക്കും മീമിനോടെ ക്ലിയർ ചെയ്യണം, ഇദ്ഹാർ ചെയ്യണം. അത് മനസ്സിലാക്കുക. അല്ലാതെ അലൈഹിം എന്നൊരു മണിക്കാൻ അവിടെ പാടില്ല. അപ്പൊ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരി എന്ന് പറയാം.
നമ്മൾ പറയാ അതും ഇസ്തിഅലാഇന്റെ സിഫത്തുള്ള ഹർഫാണ്. അതുകൊണ്ട് തന്നെ തഫ്ഖീമോടുകൂടി എപ്പോഴും തഫ്ഖീമോടുകൂടി പറയേണ്ട, സ്വരഭാരത്തോടുകൂടി പറയേണ്ട ഹർഫാണ് ഗൈൻ. റാക്ക് കസ്ർ വന്നതുകൊണ്ട് തന്നെ ഇമാം എപ്പറാക്ക് കസ്ർ വന്നാലും തർക്കീക്കാണ്. രാ എന്ന് പറഞ്ഞ നമ്മളല്ലേ ചില സന്ദർഭങ്ങളിൽ തഫ്ഖീമും ചില സന്ദർഭങ്ങളിൽ തർക്കീക്കുമാകുന്ന ഹർഫാണ് റാ. അപ്പൊ ഈ റാക്ക് കസ്ർ വന്ന എപ്പോഴും പിന്നെ തർക്കീഖാക്കിയ പറയും, ലോലമാക്കി. രാ എന്ന ഉച്ചാരണമാണ് തർക്കീഖ്, ലോലമാക്കി. റാ അതാണ് തഫ്ഖീം. അപ്പോ ഗൈരി എന്ന് പറയില്ല, ഇവിടെ അൽ മ എന്ന് പറഞ്ഞു. കാരണം എന്താ, ആ സുക്കൂണുള്ള ലാമിന് ശേഷം മീമ് വന്ന ലാമിന് അവിടെ എന്ത് ചെയ്യണം, ഇദ്ഹാർ ചെയ്യണം. അപ്പോ ഗൈരിൽ മ എന്ന് തന്നെ പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞു മിനശ്ശ എന്ന് പറഞ്ഞ മിനശ്ശൈത്വാനി സൂചിപ്പിച്ചപ്പോ. അപ്പോ ഗൈരിൽ മഗ്ദൂബി ഇപ്പൊ പറഞ്ഞ ഹർഫാണ്. പിന്നെ സ്വാദ് ബാദ്, അത് അറബിയിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു ഹർഫാണ്. അതിന്റെ മഖ്റജ്, അതിന് ഹർഫുൽ മുസ്തഖീല എന്നാണ് അതിന്റെ മഖ്റജിന്റെ വിശാലത കാരണം. അപ്പോ അത് പറയാൻ നമ്മൾ പറഞ്ഞു ഏറ്റവും എളുപ്പം ഇടത്തെ സൈഡിലെ നാവിന്റെ ഒരു സൈഡും അതുപോലെ തന്നെ ഇടത്തെ സൈഡിലെ മേലെ മണപ്പല്ലും ചേർത്ത് പറയുക. വലത്തെ സൈഡും പറയാം, അത് കുറവാണ്. അതുപോലെ തന്നെ രണ്ട് സൈഡും പ്രയോഗിക്കാം, രണ്ട് സൈഡും പ്രയോഗിച്ച് പറയാം. അത് റിസ്ക്കാണ് എന്നൊക്കെ അലിയുള്ള അബുൽ വഫ അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതനുസരിച്ച് പറയാം. ഏതായാലും ഈ ശരിക്കും അക്ഷരം ക്ലിയർ ആകണം. സ്വാദ് ദ എന്നാണ് വരിക. ഏകദേശം ദാലിനോട് ശബ്ദ സാദൃശ്യം വരും, പറ്റ ദാലായി പോകരുത്. അപ്പോ അലൈഹിം ഇവിടെ സുക്കൂള്ള മീമിന് ശേഷം വാവ് വന്നു. സുക്കൂള്ള മീമിന് ശേഷം വാവും ഫാവും വന്നാൽ നല്ലോണം ഇൽഹാർ ചെയ്യണം, തിരിയാൻ മണിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഇൽഹാർ ചെയ്യണം. അപ്പോ അലൈഹിം വലദ്ദാലി, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദാലി എന്നുള്ളിടത്തുള്ള മദ് അൽമദ്ദുൽ ലാസിമാണ്, നിർബന്ധമായ മാർ ഖദർ എന്ന് പറഞ്ഞ നമ്മൾ ആരിൽ പറഞ്ഞല്ലോ. ആരിന്റെ നിയമം എന്താ, മദ്ദിന്റെ ഹുറൂഫുകൾ ശേഷം അഥവാ അലിഫ് വാവ് യാക്ക് ശേഷം താൽക്കാലിക അടുത്ത അക്ഷരത്തിന് താൽക്കാലികം സുക്കൂന് ചെയ്ത് വഖഫ് ചെയ്യുന്നതിനാണ് എന്ത് പറയാ, അൽമദ്ദുൽ ആരിദ് എന്ന് പറയും. താൽക്കാലികം സുക്കൂന് വരുമ്പോൾ വഖഫ് ചെയ്യുന്നതാണ്. ഒറിജിനൽ അസ്ലിയായിട്ട് അവിടെ ഹർക്കത്ത് വേറെ ഫത്ഹ കസ്റ ആയിരിക്കും. എന്നാൽ അൽമദ്ദുൽ ലാസിം എന്ന് പറഞ്ഞ അസ്ലിയായിട്ട് അഥവാ നീട്ടാൻ ഉപയോഗിക്കുന്ന മദ്ദിന്റെ ഹർഫ് ചെയ്തു. ലാസിമിൽ പിന്നെ വാവും അലിഫ വന്നിട്ടുള്ള യാക്ക് ഉദാഹരണമല്ല. വാവു യാക്കു ശേഷം അസ്ലിയായിക്കൊണ്ട് ഒറിജിനൽ അവിടെ സുക്കൂനായിരിക്കും. അങ്ങനെ വന്ന അതിനെ 6 ഖദർ നീട്ടൽ നിർബന്ധമാണ്. ഉദാഹരണം ഹാഖ, തോമ. ഇബ്നു ഖൽബൂനൊക്കെ പറഞ്ഞ പോലെ അറബിയിൽ ഹാഖ പിരിച്ചെയ്ത ഹാഖ. അപ്പൊ ഹാൻ അലിഫോട് നീട്ടിയില്ലേ, ഹാ പിന്നെ സുക്കൂനാവുന്നത് ഒറിജിനൽ സുക്കൂന. അപ്പൊ എന്താണ്, ഹാഖ എന്നുള്ള ഹാന് 6 ഖദർ നീട്ടൽ വുജൂബാണ്. പിന്നെ 2 ഖ വന്നപ്പോഴോ ഇദ്ഗാം ചെയ്ത് കൂട്ടിലിപ്പിച്ച് അങ്ങനെ ഷദ്ദ് വന്നതാ. അപ്പൊ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ അലിഫോ വാവിനോ ശേഷം, യാക്ക് ഉദാഹരണമല്ല, അലിഫോ വാവിനോ ശേഷം നീട്ടാനുള്ള അലിഫോ വാവിനോ ശേഷം വന്ന ഹർഫിന് ഷദ്ദാണെങ്കിൽ അത് അൽമദ്ദുൽ ലാസിമാണെന്ന് മനസ്സിലാക്കുക. അൽമദ്ദുൽ ലാസിം 2 രീതിയിലുണ്ട്. അൽമദ്ദുൽ ലാസിമുൽ കലമിയും ഉണ്ട്, അൽമദ്ദുൽ ലാസിമുൽ ഹർഫുകൾ വന്നതുണ്ട്. അലിഫ് ലാം മീം, അതുപോലെ തന്നെ കാഫ് ഹാ യാ ഇൻഷാ, അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായിട്ട് പഠിക്കും. തജ്വീദ് നിയമത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കലമിയാണ്, പദമാണ്. ആ കലമിയനെ 2 രീതിയിലായിട്ടുണ്ട്. അൽമദ്ദുൽ ലാസിമുൽ കലമിയുൽ മുസഖ്ഖലു, അൽമദ്ദുൽ ലാസിമുൽ കലമിയുൽ മുഖഫഫു, രണ്ടുണ്ട്. ഇവിടെ അൽമദ്ദുൽ ലാസിമുൽ കലമിയുൽ മുസഖ്ഖലാണെന്ന് മനസ്സിലാക്കുക. കാരണം സഖലുണ്ട്, അഥവാ നീട്ടാനുള്ള മദ്ദിന്റെ ആ ഹർഫിന് ശേഷമുള്ള ഹർഫ് ഷദ്ദാണ്. ലാക്ക് ഷദ്ദ് വന്നില്ല, ഷദ്ദ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ സഖല് ഭാരമുണ്ട്. അതുകൊണ്ടാണ് അൽമദ്ദുൽ ലാസിമുൽ കലമിയുൽ മുസഖ്ഖലു എന്ന് പറയുന്നത്. ഷദ്ദ് ഇല്ലാത്തത് മുഖഫഫാണ്. ആൻ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതായാലും വാലി എന്നുള്ളത് നിങ്ങൾ 6 ഖദർ നീട്ടാൻ മറന്നു. പിന്നെ വാൻ എന്നുള്ളത് അൽമദ്ദിലാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ഇയാൾക്ക് ശേഷം നൂന് അവിടെ ഫത്ഹാണ് ഹറക്കത്ത്. പക്ഷെ നമ്മൾ വഖഫ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്, സുക്കൂന് വെച്ച് വഖഫ് ചെയ്യാന്നുള്ളത്. അപ്പൊ അൽമദ്ദുൽ ലാസിം. വാലി എന്നുള്ളത് അൽമദ്ദുൽ ലാസിമാണ്, 6 ഖദർ നീട്ടണം. അപ്പൊ എങ്ങനെ ഓതും, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഓക്കെ, അതങ്ങനെ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആമീൻ എന്നുള്ളതാണ്. പല ആളുകളും അത് പല രീതിയിലാണ് പറയാ.
ചില ആൾ ആമീൻ എന്ന് പറയുന്നുണ്ട്. ഒന്നാമതായി മനസ്സിലാക്കുക, മീമിന് ശദ്ദില്ല, അതൊന്ന് മനസ്സിലാക്കുക. രണ്ട്, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത് ഇമാം ഹഫ്സയുടെ റിവായത്ത് അനുസരിച്ച. ഇമാം ഹഫ്സയുടെ റിവായത്ത് അനുസരിച്ച് അൽ മദ്ദുൽ ബദൽ എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും കൂടുതലും ഹംസ മാറിയിട്ട് അത് മദ്ദിന്റെ ഹർഫായി മാറിയതായിരിക്കും. അതാണ് ഇബ്ദാൽ ബദൽ എന്ന് പറയാൻ കാരണം. ഉദാഹരണം, ആമന എന്നുള്ളത് അതിന്റെ അസുല് അഅ്മന എന്നാണ്. എന്നുള്ള ഹംസ മാറി ആ അലിഫായി മാറിയതാണ് അവിടെ. അതുകൊണ്ടാണ് മദ്ദുൽ ബദൽ എന്ന് പറയുന്നത്. ഇമാം ഹഫ്സ് ഭൂരിഭാഗം അങ്ങനെ ആയിരിക്കും. ഇനി അതല്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് ഖുർആൻ, അതുപോലെ മസ്ഊൽ, ഇതൊന്നും ഇങ്ങനെ മാറി വന്നതല്ല. അതുകൊണ്ട് അതിനെ ഉലമാക്കള് ഷബീഹം ബിൽ ബദലിനോട് സാദൃശ്യമുള്ളതാക്കിയാ പറഞ്ഞത്. ഭൂരിഭാഗവും ഈ രീതിയിലായിരിക്കും, അഥവാ ഹംസ മാറി മദ്ദിന്റെ ഹർഫായി മാറിയതായിരിക്കും. അപ്പൊ അവിടെ ഖദർ ഇമാം ഹഫ്സയുടെ റിവായത്ത് അനുസരിച്ചാൽ മദ്ദുൽ ബദൽ 2 ഖദർ അസ്ലിയായ നീട്ടലേ ഉള്ളൂ. 2 ഖദർ നീട്ടു, ഓരോ നീട്ടലില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആമന എന്നുള്ളിടത്തില് അഅ്മന എന്നാണ് ശരി. ആമന എന്നുള്ളിടത്തില് അഅ്മന ശരിക്കും അങ്ങനെ ആയിരുന്നു, അത് ആമന. അപ്പൊ ആമന റസൂൽ എന്ന് ഓതുമ്പോ ആ എന്നുള്ള 2 ഖദർ നീട്ടു. എന്നാൽ ഇവിടെ ആമീൻ പറയുന്ന നേരത്തിൽ ആ എന്നുള്ളത് മദ്ദുൽ ബദലാണ്. അതുകൊണ്ട് ഇമാം ഹഫ്സയുടെ റിവായത്ത് നമ്മൾ അതനുസരിച്ചല്ല ഓതുന്നത്. അതുകൊണ്ട് ആ എന്നുള്ള 2 ഖദർ നീട്ടിയാൽ മതി, അസ്ലിയായ ഓറ് നീട്ടണ്ട. മീൻ ഏതായാലും ശ്രദ്ധില്ല, മനസ്സിലാക്കുക. മീൻ. പിന്നെ മീൻ എന്നുള്ളത് മദ്ദുൽ ആരിദ്, അങ്ങ് മനസ്സിലാകും. കാരണം എന്താ, ഇയാൾക്ക് ശേഷം നൂനാണ്. മീൻ. അപ്പൊ അൽ മദ്ദുൽ ആരിദ് എന്ന നിലക്കതിന് 2 ഖദർ ചുരുക്കുക, 4 ഖദർ നീട്ടാ, 6 ഖദർ നീട്ടാ. അപ്പൊ എങ്ങനെ ഓതാം? ആമീൻ ചുരുക്കി പറയാ, 2 ഖദർ ആമീൻ, അല്ലെങ്കിൽ ആമീൻ നീട്ടിയും പറയാം. ഇനി ആ 6 ഖദർ നീട്ടുന്നത് ഇവിടെ വരുന്നത് അത് ഇമാം വർഷിന്റെ പാരായണ പ്രകാരമാണ്. ഇമാം വർഷിന്റെ, അഥവാ ഈജിപ്തിൽ മൊറോക്കോലൊക്കെ അതായിരിക്കും നിങ്ങൾക്ക് കേൾക്കുക. ഇമാലത്തോട് കൂടിയുള്ള ഓത്ത് കേൾക്കുക. എങ്ങനെ? വന്നജ്മി ഇദാ ഹവേ മാ ضل صاحبكم وما غوى والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى എന്നുള്ള ഓത്ത്. ആ ഓത്തില് ഇമാം വർഷിന്റെ ഓത്ത് പ്രകാരം അൽ മദ്ദുൽ ബദൽ 6 ഖദർ നീട്ടും. അപ്പൊ എന്ത് ചെയ്യാ? എന്നുള്ളതും എന്ത് ചെയ്യാം? 6 ഖദർ നീട്ടാം. അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഏതായാലും ഇമാം ഹഫ്സയുടെ റിവായത്ത് നമ്മൾ ഓതുന്നതനുസരിച്ച് എന്താ 2 ഖദർ നീട്ടു. മീൻ ഉള്ളത് നിങ്ങൾ 2 ഖദർ ചുരുക്കാം, 4 ഖദർ നീട്ടാം, 6 ഖദർ നീട്ടാം. അപ്പൊ അത് മനസ്സിലാക്കുക. ഇമാം ഹഫ്സയുടെ റിവായത്ത് അനുസരിച്ച് 2 ഖദർ നീട്ടു. പക്ഷെ ഇമാം വർഷിന്റെ 6 ഖദർ നീട്ടു പറയുമ്പോൾ 2 ഖദർ ഇമാം ഹഫ്സയുടെ റിവായത്ത് അനുസരിച്ച് 2 ഖദർ നീട്ടിയാൽ മതി. പിന്നെ അവസാനത്ത് മദ്ദു ആരിദാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത്രയും മനസ്സിലാക്കുക. ഒന്നുകൂടി ആയത്ത് ഞാൻ ഓതി അവസാനിപ്പിക്കാം. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم ورحمة الله وبركاته.